ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആർക്ക്. അത് ആർക്കിന്റെ പ്രിൻസിപ്പിളും അതവയുടെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ്. അഥവാ ആർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളൊക്കെ വെൽഡിങ് ചെയ്യുന്നവരാണ്, കാണുന്നവരാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, സ്പാർക്കുകളൊക്കെ പോകുന്നത് കണ്ടിട്ടില്ലേ? സോ ഇത് തന്നെയാണ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് പ്രിൻസിപ്പിൾ അഥവാ തത്വങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ അഥവാ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ആർക്ക് വെൽഡിങ്, ആർക്ക് വെൽഡിങ്ങിന്റെ തത്വങ്ങൾ എന്ന് പറയാം. ഒന്നാമത് നമ്മുടെ ടോപ്പിക് അതാണ്. when high current passes through an air gap from one conductor to another, it produces very intense and concentrated heat in the form of spark. Okay, ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു പോയിന്റിൽ പറയുന്നത് മറ്റൊന്നുമല്ല. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഉയർന്ന കറണ്ട് ഒരു കണ്ടക്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെയാണ് ഇത് ഒരു സോഴ്സ് ഓഫ് കറണ്ട് ആണ്. സോ എന്ത് ചെയ്യുന്നു, ഹൈ കറണ്ട് ഇങ്ങനെ പാസ്സാവുകയാണ് ഒരു കണ്ടക്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഈ ഒരു എയർ ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു എയർ ഗ്യാപ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഉയർന്ന കറണ്ട് ഒരു കണ്ടക്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഈ ഒരു എയർ ഗ്യാപ്പിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, സ്പാർക്കുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ തീപ്പൊരി എന്നൊക്കെ പറയാം, അതിന്റെ രൂപത്തിൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ളതും വളരെ തീവ്രമായിട്ടുള്ളതും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള കേന്ദ്രീകൃതവുമായിട്ടുള്ള ഹീറ്റ് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഫോം ആവുന്നു, ഉൽപ്പാദിക്കപ്പെടുന്നു. സോ ഈ ഒരു ഹീറ്റിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദ ടെമ്പറേച്ചർ ഓഫ് ദി സ്പാർക്ക്, അഥവാ ഈ സ്പാർക്ക് അല്ലെങ്കിൽ ഈ ഒരു ആർക്കിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 3600 ഡിഗ്രി സെൽഷ്യസ് ആണ്. പല എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് ക്യാൻ മെൽറ്റ് ആൻഡ് ഫ്യൂസ് ദ മെറ്റൽ വെരി ക്വിക്ക്ലി ടു പ്രൊഡ്യൂസ് ഹോമോജനസ് വെൽഡ്. അങ്ങനെ ഈ ഒരു താപം കാരണം ആ ഒരു മെറ്റലിനെ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു, മെൽറ്റ് ആക്കുകയും ഫ്യൂസ് ആക്കുകയും ഒരു ഏകീകൃത വെൽഡ് നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ആർക്ക് വെൽഡിങ്ങിന്റെ പ്രിൻസിപ്പിൾ അഥവാ തത്വം എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിൾ ആണ് അതിന്റെ തത്വം എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആർക്ക് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് അഥവാ ആർക്ക് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിന്റെ സവിശേഷതകളെ പറ്റിയിട്ടാണ് ഇനി എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നുമില്ല, ദിസ് ഈസ് ആൻ ആർക്ക് വെൽഡിംഗ് പ്രോസസ് വിച്ച് ദ വെൽഡിംഗ് ഹീറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ആൻ ആർക്ക് ഫോംഡ് ബിറ്റ്വീൻ എ മെറ്റാലിക് അഥവാ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആൻഡ് വെൽഡിംഗ് ജോബ്. സോ ഒരു വെൽഡിംഗ് ജോബും ഒരു ഇലക്ട്രോഡും നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, സങ്കല്പിക്കുന്നു. ഓക്കെ, സോ അങ്ങനെ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയാ മെറ്റാലിക് കൺസ്യൂമബിൾ ഇലക്ട്രോഡും, ഓക്കെ, മെറ്റാലിക് ആയിട്ടുള്ള കൺസ്യൂമബിൾ ഇലക്ട്രോഡും ഒരു വെൽഡ് ജോബിന്റെയും ഇടയിലായിട്ട് രൂപം കൊള്ളുന്ന ഒരു ആർക്കിൽ നിന്നും വെൽഡിങ്ങിന്റെ ഹീറ്റ് അഥവാ ടെമ്പറേച്ചർ അഥവാ താപം ലഭിക്കുന്നതായിട്ടുള്ള ഒരു ആർക്ക് വെൽഡിംഗ് പ്രക്രിയയാണ് ഇത് എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ്. എന്താണ്, വിച്ച് ഇസ് എ വെൽഡിംഗ് ഹീറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ആൻ ആർക്ക്. വെൽഡിംഗ് ഹീറ്റ് എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ഒരു ആർക്കിൽ നിന്നാണ്. ആ ഓർക്ക് എന്ന് പറയുന്ന ഫോം ആവുന്നത് മെറ്റാലിക് കൺസ്യൂമബിൾ ഇലക്ട്രോഡിനും വെൽഡിംഗ് ജോബിനും ഇടയിൽ രൂപം കൊള്ളുന്നതായിട്ടുള്ള ഒരു ആർക്ക്. ആ ആർക്കിന്റെ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വെൽഡിംഗ് പ്രോസസ് ആണ് ഈ പറയുന്ന ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ദ ഇലക്ട്രിക് ആർക്ക് ഹാസ് ഡിഫറെന്റ് ആർക്ക് ക്യാരക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് മെറ്റൽ അക്രോസ് ദ ആർക്ക്. അതായത് ഇലക്ട്രിക് ആർക്ക് എന്ന് പറയുമ്പോൾ അതിനെന്താണ് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട്, സവിശേഷതകൾ ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് എന്തിനെ സഹായിക്കുന്നു, ട്രാൻസ്ഫർ ഓഫ് മെറ്റൽ അക്രോസ് ദ ആർക്ക്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ഗുരുത്വാകർഷണ ബലം എന്നൊക്കെ പറയാം. ഗ്യാസ് എക്സ്പാൻഷൻ ഫോഴ്സ് അഥവാ ഈ ഒരു ഗ്യാസ് എന്ത് ചെയ്യുന്നു, വ്യാപിക്കുവാനുള്ള അതിന്റെ ഫോഴ്സ് ശക്തി. സർഫസ് ടെൻഷൻ അഥവാ അതിന്റെ പ്രതല ബലം എന്നൊക്കെ പറയാം, സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ. അടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അഥവാ വൈദ്യുത ശക്തി എന്നിവയൊക്കെയാണ് അതെന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്, ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. ഒന്നാമത്തെ ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. മോൾട്ടൺ ഗ്ലോബുൾസ് ഫോംഡ് അറ്റ് ദ ആർസിംഗ് എൻഡ് ഓഫ് ദ ഇലക്ട്രോഡ് ട്രാവൽ ഡൗൺവേർഡ് ടുവാർഡ് ദ ജോബ് ഇൻ ദ മോൾട്ടൺ മെറ്റൽ. അതായത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഇലക്ട്രോഡിന്റെ ആർക്കിങ്ങിന്റെ അറ്റത്ത് രൂപം കൊള്ളുന്നതായിട്ടുള്ള മോൾട്ടൺ ഗ്ലോബുൾസ് ഈ ഒരു മോൾട്ടൺ എന്താണ് പൂളിന്റെ താഴേക്ക് നീങ്ങുന്നുണ്ടാവും. ഓക്കെ, അതായത് ഇലക്ട്രോഡിൻ്റെതായിട്ടുള്ള ആർക്കിംഗ് അറ്റത്ത് എന്ത് ചെയ്യുന്നു, രൂപം കൊള്ളുന്ന മോൾട്ടൺ ഗ്ലോബുൾസ് ഈ ഒരു മോൾട്ടൺ
പൂളിന്റെ താഴേക്ക് ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഹെൽപ്പ് the transfer of metal flat or downhand position and thus the deposition rate of weld metal is increased. ഗുരുത്വാകർഷണ ബലം മെറ്റലിന്റെ ഫ്ലാറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള സ്ഥാനത്തിന്റെ ആ ഒരു കൈമാറ്റത്തെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ടാകും. ഡെപ്പോസിഷൻ, ആ ഒരു ഹാൻഡ് പൊസിഷൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ദെൻ അങ്ങനെ എന്ത് ചെയ്യുന്നു, ദ ഡെപ്പോസിഷൻ റേറ്റ് ഓഫ് വെൽഡ് ഈസ് ഇൻക്രീസ്ഡ്. അങ്ങനെ വെൽഡ് ലോഹത്തിന്റെ ആ ഒരു നിക്ഷേപ നിരക്ക് അഥവാ ഡെപ്പോസിഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആകുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡിന്റെ ആർക്കിങ്ങിന്റെ അറ്റത്ത് രൂപം കൊള്ളുന്നതായിട്ടുള്ള മോൾട്ടൺ ഗ്ലോബുൾസ് ആ ഒരു മോൾട്ടൺ പൂളിന്റെ താഴേക്ക് ഇങ്ങനെ നീങ്ങുന്നു. ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് അഥവാ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ലോഹത്തിന്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡൗൺവേർഡ് ആയിട്ടുള്ള സ്ഥാനത്തിന്റെ ആ ഒരു കൈമാറ്റത്തെ സഹായിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വെൽഡ് ലോഹത്തിന്റെ ആ ഒരു അതുവഴി വെൽഡ് ലോഹത്തിന്റെ ഡെപ്പോസിഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് എക്സ്പാൻഷൻ ഫോഴ്സ് ആണ്. ഗ്യാസ് ഫ്ലക്സ് കോട്ടിംഗ് ഓൺ ദ ഇലക്ട്രോഡ് മെൽറ്റ് ഡ്യൂ ടു ദ ആർക്ക് ഹീറ്റ്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്ക് ചൂടാകുന്നത്, ഹീറ്റ് ആകുന്നതിന് കാരണം എന്താണ്, ഇലക്ട്രോഡിലെ ഫ്ലക്സ് കോട്ടിംഗ് ഉരുകുന്നതാണ് അതിന്റെ ഫലമായിട്ട്. അപ്പൊ എന്താണ്, ഇപ്പൊ ഇത് ഇലക്ട്രോഡ് ആണെന്ന്, ഇതിന്റെ ഇതെന്ന് പറയുന്നത് എന്താണ്, അതിന്റെ കോർ വയർ ആണ്. സോ അതിന്റെ മുകളിലൂടെ എന്തും പോയിട്ടുണ്ടായിരിക്കും, ഫ്ലക്സ് കോട്ടിങ്ങും പോയിട്ടുണ്ടാവും. അപ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, ഒരു ഇലക്ട്രോഡ് എന്ന് നമ്മൾ പറയുന്നുണ്ടാവുക. സോ അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്ലക്സ് കോട്ടിങ് എന്ത് ചെയ്യുന്നുണ്ടാവും, മെൽറ്റ് ആവുന്നുണ്ടായിരിക്കും. അപ്പൊ എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ മെയിൻലി അവിടെ എന്ത് ചെയ്യുന്നു, കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ ഹൈഡ്രജനും ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രധാനമായിട്ടും കാർബൺ മോണോക്സൈഡിന്റെ ഹൈഡ്രജന്റെ ഒക്കെ ഉൽപാദനം അഥവാ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ഫോർമേഷൻ ഓഫ് സ്ലീവ് ഓഫ് ദ ഫ്ലക്സ് അത് ആഴ്സിംഗ് ആൻഡ് ഡ്യൂ ടു ലിറ്റിൽ ഹയർ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഫ്ലക്സ് കോട്ടിംഗ് ദാൻ കോർ വയർ. ഇവിടെ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ പറഞ്ഞത് ഒരു വാതകത്തിന്റെ വ്യാപിക്കാനുള്ള അതിന്റെ ഫോഴ്സിനെ കുറിച്ചിട്ടാണ്. ആർക്ക് ചൂടാക്കുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇലക്ട്രോഡിലുള്ള ഫ്ലക്സിന്റെ ആ ഒരു കോട്ടിങ് ഉരുകുന്നതാണ്. അതിന്റെ ഫലമായിട്ട് പ്രധാനമായിട്ടും കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും ഉത്പാദനം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോർ വയറിനേക്കാളും ഫ്ലക്സിന്റെ ആ ഒരു കോട്ടിങ്ങിന് അല്പം ഉയർന്ന ദ്രവണാങ്കം ഉണ്ടായിരിക്കും. അത് കാരണമായിട്ട് ഇലക്ട്രോണിന്റെ ആർസിംഗ് അറ്റത്ത് ഫ്ലക്സിന്റെ ഒരു പ്രവാഹ രൂപീകരണം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാതകങ്ങളൊക്കെ തന്നെ എക്സ്പാൻഡ് ചെയ്യുകയും ആ ഒരു പ്രവേഗം, ഒരു വെലോസിറ്റി കൈവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്ലക്സിന്റെ ഈ ഒരു പ്രവാഹം എന്ന് പറയുന്നത് ഈ ഒരു വാതകങ്ങളെ എല്ലാം തന്നെ ഒരു മോൾട്ടൺ മെറ്റലിന്റെ ദിശയിലേക്കായിരിക്കും നയിക്കുന്നത്. ഇലക്ട്രോഡിന്റെ ഒരു അഗ്രത്തിൽ നിന്ന് അഥവാ അതിന്റെ ടിപ്പിൽ നിന്ന് ഒഴുകുന്നതായിട്ടുള്ള ഒരു വാതകങ്ങൾ ഒരു ഫോഴ്സ്, ഒരു പുഷിങ് ഉളവാക്കുന്നുണ്ട്. അങ്ങനെ ലോഹത്തിന്റെ ഗ്ലോബുൾസ് അഥവാ വെൽഡ് ദ്രവ്യത്തിലേക്ക് അഥവാ വെൽഡ് എന്ത് ചെയ്യുന്നു, പൂളിലേക്ക് ആഴത്തിൽ പെനട്രേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അവിടെ ആ ഒരു വ്യാപ്തിയെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തത് സർഫസ് ടെൻഷൻ ആണ്. ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ഫോഴ്സ് ഓഫ് ദ ബേസ് മെറ്റൽ ടു അട്രാക്ട് ആൻഡ് റിട്ടേൺ ദ മോൾട്ടൺ മെറ്റൽ ഇൻ ഇറ്റ്. ദിസ് എഫക്റ്റ് മോർ യൂസ്ഫുൾ ഇൻ ദ കേസ് ഓഫ് പൊസിഷണൽ വെൽഡിങ്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ മോൾട്ടൺ മെറ്റലിനെ റിട്ടേൺ ചെയ്യാൻ, നിലനിർത്താനും അട്രാക്ട് ചെയ്യുവാനുള്ള ഒരു ബേസ് മെറ്റലിന്റെ എന്താണ് സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇത് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് എവിടെയാണ്, പൊസിഷണൽ വെൽഡിങ്ങിന്റെ കേസസിലാണ്. ദ ഷോർട്ട് ആർക്ക് പ്രൊമോട്ട് ദ മോർ സർഫസ് ടെൻഷൻ എഫക്റ്റ്. ഷോർട്ട് ആർക്ക് എന്ത് ചെയ്യുന്നു, കൂടുതൽ സർഫസ് ടെൻഷൻ എഫക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് അഥവാ വൈദ്യുത കാന്തിക ശക്തി എന്ന് പറയും. ദ കറണ്ട് പാസിംഗ് ത്രൂ ഇലക്ട്രോഡ് ഫോം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഫോം ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ്. അഥവാ നമ്മുടെ ഇലക്ട്രോഡിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള കറണ്ട് എന്ത് ചെയ്യുന്നു, കോൺസെൻട്രിക് സർക്കിളുകളുടെ രൂപത്തിൽ ഒരു മാഗ്നറ്റിക് ലൈൻസ് നിർമ്മിക്കുന്നു. ദിസ് ഫോഴ്സ് ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നിർമ്മിക്കുന്നു. ഈ ഒരു ദിസ് ഫോഴ്സ് എക്സെർട്ട് എ പിഞ്ച് എഫക്റ്റ് ഓൺ ദ മോൾട്ടൺ മെറ്റൽ ഗ്ലോബുൾസ് ഫോംഡ് അറ്റ് ദ ആർസിംഗ് എൻഡ് ഓഫ് ദ ഇലക്ട്രോഡ്. ഈ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോഡിന്റെ ആർസിംഗ് എൻഡിലുള്ള മോൾട്ടൺ മെറ്റൽ ഗ്ലോബുൾസുകളിലേക്ക് ഒരു പിഞ്ച് എഫക്റ്റ് നൽകുന്നു, എക്സെർട്ട് ചെയ്യുന്നു. ഓക്കെ, ദ ഗ്ലോബുൾസ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ ഇലക്ട്രോഡ് ആൻഡ്
reaches the molten pool under the influence of the magnetic force. അങ്ങനെ എന്ത് the globules is detached from the electrode നിന്നും ആ globules detach ആകുകയും വേർതിരിയുകയും അതെന്ത് ചെയ്യുന്നു മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മോൾട്ടൺ പൂളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഓക്കെ, ദിസ് എഫക്റ്റ് ഈസ് മോർ യൂസ്ഫുൾ പൊസിഷണൽ വെൽഡിങ്. ഈ ഒരു എഫക്റ്റ് പൊസിഷണൽ വെൽഡിങ്ങിലായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആകുന്നുണ്ടാവുക. ഇലക്ട്രോണിക് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം, ഇലക്ട്രോഡിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഇലക്ട്രിക് എന്താണ് ആ ഒരു വൈദ്യുതി അഥവാ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രിക് സർക്കിൾസിന്റെ രൂപത്തിൽ കാന്തിക രേഖകൾ ഉണ്ടാക്കുന്നുണ്ടാകും. ഈ ഒരു ഫോഴ്സ് ഇലക്ട്രോഡിന്റെ എന്ത് ചെയ്യുന്നു ആർസിങ് എൻഡിന്റെ അറ്റത്ത് രൂപപ്പെട്ട മോൾട്ടൺ മെറ്റലിന്റെ ഗ്ലോബുൾസിൽ അല്പം പ്രഭാവം ചെലുത്തുന്നു. ഈ ഒരു ഗ്ലോബുൾസ് ഇലക്ട്രോഡിൽ നിന്ന് ഡിറ്റാച്ച് ആവുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു കാന്തിക ശക്തിയുടെ സ്വാധീനത്തിൽ മോൾട്ടൺ മെറ്റലിലേക്ക് അല്ലെങ്കിൽ മോൾട്ടൺ പൂളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഓക്കെ, എത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പറഞ്ഞത്. സോ മാഗ്നറ്റിക് ഫോഴ്സ് കൂടി ആയപ്പോഴത്തേക്കിനും അത്രയും ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെൽഡിങ്ങിൻ്റെ പ്രിൻസിപ്പിളും അവയുടെ സവിശേഷതകളും ആർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല. ഇതിൽ നിന്നുള്ള കുറച്ചധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്ലിയർ ആവും ഈ ഒരു ടോപ്പിക് കേട്ടോ. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യങ്ങളൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പരിചയപ്പെടുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു ടോപ്പിക്കിൽ കാണാം. അതെന്ന് പറയുന്നത് കോമൺ ഗ്യാസസ് ആണ്. എന്തിന് ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന വെൽഡിങ്ങിനും കട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കോമൺ ഗ്യാസസും അതുപോലെ തന്നെ ടെമ്പറേച്ചർ യൂസസും ഒക്കെയാണ്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.